മാധ്യമ വിചാരത്തിലേക്ക് സ്വാഗതം. കരിനിയമങ്ങളിൽ ഭരണകൂടം അഭിരമിക്കുന്ന അവസ്ഥ ജനാധിപത്യമല്ല. സ്വതന്ത്ര ഭാഷണത്തിനും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും പരമമായ പ്രാധാന്യം നൽകുന്ന നമ്മുടെ ഭരണവ്യവസ്ഥയിൽ അതിന് നിരക്കാത്ത പല നിയമങ്ങളും നിലനിൽക്കുന്നുണ്ട്. ശിക്ഷാ നിയമത്തിലെ 124A എന്ന വകുപ്പ് ഉദാഹരണം. വാക്കുകൾ രാജ്യദ്രോഹമാകുന്നു. വാക്കുകളാണ് ജനാധിപത്യത്തെ നിലനിർത്തേണ്ടത്. മറ്റൊന്ന് IT നിയമത്തിലെ 66A എന്ന വകുപ്പ്. സമൂഹ മാധ്യമങ്ങളിലെ സ്വതന്ത്രമായ ആശയവിനിമയത്തെ തടസ്സപ്പെടുത്തുന്ന വ്യവസ്ഥയായിരുന്നു അത്. അക്കാരണത്താൽ സുപ്രീം കോടതി ആ വകുപ്പ് കഴിഞ്ഞ വർഷം റദ്ദാക്കി. എന്നാൽ ഇപ്പോൾ അത് പുതിയ രൂപത്തിൽ പുനഃസ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നു. സുപ്രീം കോടതി വീണ്ടും ഇടപെടുന്നതിനുള്ള സാധ്യത ഒഴിവാക്കി നിയമനിർമ്മാണത്തിന് രൂപം നൽകാൻ ആഭ്യന്തര മന്ത്രാലയം മന്ത്രാലയത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നു. വർത്തമാനത്തെ, അത് ഏത് മാധ്യമത്തിലായാലും, ഇത്രമാത്രം ഒരു ഭരണകൂടം ഭയപ്പെടുന്നത് എന്തിനാണ്? ജനാധിപത്യത്തിലെ പ്രാണവായുവാണ് വർത്തമാനം. വർത്തമാനത്തിന് പല രൂപങ്ങളുണ്ട്. അവയിൽ ഒന്നാണ് മുദ്രാവാക്യം. മുദ്രയും മുദ്രാവാക്യവും രാജ്യദ്രോഹമാകുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്ത്യയിൽ പാകിസ്ഥാൻ്റെ പതാക ഉയർത്തുന്നത് കുറ്റം. പാകിസ്ഥാനിൽ ഇന്ത്യയുടെ പതാക കണ്ടാൽ അതും കുറ്റം. വെറും കുറ്റമല്ല, രാജ്യദ്രോഹം. ഇന്ത്യൻ ബാറ്റ്സ്മാൻ വിരാട് കോഹ്ലിയുടെ ആരാധകൻ പാകിസ്ഥാനിൽ ഇന്ത്യൻ പതാക സ്വന്തം വീടിന് മുകളിൽ ഉയർത്തി. ആ കുറ്റത്തിന് അയാൾ ജയിലിലായി. ക്രിക്കറ്റിന് ദേശീയതയും അതിരുകളും ഇല്ല എന്ന വിശ്വാസത്തിലാകാം ആ പാക് യുവാവ് കോഹ്ലിയോടുള്ള ആരാധനയുടെ പേരിൽ ഇന്ത്യൻ പതാക സ്വന്തം ഭവനത്തിന് മുകളിൽ ഉയർത്തിയത്. പാകിസ്ഥാനിലെ നിയമം അനുസരിച്ച് 10 വർഷം ജയിലിൽ കിടക്കാവുന്ന കുറ്റമാണ് ഉമർ ദ്രാസ് ചെയ്തത്. 1 മാസത്തെ ജയിൽവാസത്തിന് ശേഷം അയാൾക്ക് ജാമ്യം ലഭിച്ചു. ലോകമേ തറവാട് എന്നൊക്കെ പറയുന്നത് വെറുതെ. പാരിൻ നടുവിൽ നമ്മുടെ ഒരുപിടി മണ്ണ് തന്നെ നമുക്ക് നമ്മുടെ ലോകം. അലിഗഡ് എന്ന പേരിൽ ഒരു സിനിമ. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലെ സ്വവർഗാനുരാഗിയായ പ്രൊഫസർ ശ്രീനിവാസ് രാമചന്ദ്ര സിറാസിൻ്റെ ദുരന്തപൂർണമായ കഥയാണ് അത്. ആ പ്രൊഫസർക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. ദുരിതപൂർണമായ ആ ജീവിതത്തെ അടിസ്ഥാനമാക്കി ഹൻസൽ മേത്ത തയ്യാറാക്കിയതാണ് അലിഗഡ് എന്ന ഈ സിനിമ. സ്വവർഗാനുരാഗം കണ്ടുപിടിക്കപ്പെട്ടതോടെ സസ്പെൻഷനിലായ പ്രൊഫസർ പരിഹാസവും നിന്ദയും സഹിക്കവയ്യാതെ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. സ്വവർഗ അനുരാഗത്തെക്കുറിച്ചല്ല, മറിച്ച് തൻ്റെ ജീവിതവും ജീവിത രീതികളും എவ்விധമായിരിക്കണം എന്ന് തിരഞ്ഞെടുക്കുന്നതിനുള്ള ഒരു വ്യക്തിയുടെ മൗലികമായ സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് തൻ്റെ സിനിമ എന്ന് സംവിധായകൻ പറയുന്നു. മനോജ് വാജ്പേയി ആണ് പ്രൊഫസറുടെ യഥാർത്ഥ ജീവിതത്തിന് ചലച്ചിത്ര ഭാഷ്യം നൽകിയിരിക്കുന്നത്. കലാപരമായി ഉയർന്ന മൂല്യമുള്ള ഈ ചിത്രം അലിഗഡിൽ പ്രദർശിപ്പിക്കരുതെന്നാണ് BJP മേയർ ശകുന്തള ഭാരതിയുടെ കൽപ്പന. സർട്ടിഫിക്കേഷൻ കഴിഞ്ഞ സിനിമയുടെ പ്രദർശനം നിരോധിക്കാൻ അലിഗഡ് മേയർക്ക് പ്രത്യേകമായ അധികാരം ഒന്നും ഉണ്ടാകാൻ വഴിയില്ല. അലിഗഡ് നഗരത്തിന് അപകീർത്തികരമാണ് ആ പേരിലുള്ള സിനിമയെന്ന് മേയർ പറയുമ്പോൾ അലിഗഡ് സർവകലാശാലയെക്കുറിച്ച് മോശമായ ധാരണയുണ്ടാകാൻ ചിത്രം കാരണമാകുമെന്ന് സർവകലാശാല അധികൃതർ പറയുന്നു. BJP മേയറും മുസ്ലിം സർവകലാശാലയും ആവിഷ്കാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന വിഷയത്തിൽ ഒരേ പക്ഷത്താവുന്നു. അലിഗഡിൽ പ്രദർശിപ്പിച്ചാലും ഇല്ലെങ്കിലും മറ്റിടങ്ങളിൽ സിനിമ നന്നായി ഓടുന്നുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ്റെ അവസരവാദവാദത്തെ മാതൃഭൂമി ന്യൂസിലെ ഥീം തരികിടത്വവും പരിപാടിയിൽ ജോർജ് പുളിക്കൻ നന്നായി പരിഹസിച്ചു. വെള്ളാപ്പള്ളി അവസരവാദത്തെ ന്യായീകരിക്കുന്ന ആളാണ്. പരസ്യമായി അദ്ദേഹം ന്യായീകരിച്ചു. എന്നാൽ മാതൃഭൂമിയുടെ കാര്യമോ?
വീരേന്ദ്രകുമാറിനൊപ്പം ഞാങ്കണ പോലെ ആ പത്രവും ചാനലും ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്നു. LDFിലേക്ക് വീരേന്ദ്രകുമാർ വരുന്നു എന്ന ശ്രുതി പരന്നപ്പോൾ മാതൃഭൂമി ഇടതുപക്ഷമായി. ഒരു രാജ്യസഭാ സീറ്റിൻ്റെ വാഗ്ദാനത്തിൽ വീരേന്ദ്രകുമാർ ഇരുന്നിടത്ത് തന്നെ ഇരിക്കും എന്നായപ്പോൾ മാതൃഭൂമി വലതുപക്ഷത്തേക്ക് ചാഞ്ഞു. പക്ഷം പിടിക്കുന്നതിനും എതിർപക്ഷത്തെ ആക്രമിക്കുന്നതിനും അതിലൊന്നും ഒരു തെറ്റുമില്ല. പത്രത്തിന് സ്വന്തമായ രാഷ്ട്രീയം ആകാം എന്ന നിലപാട് ഈ പരിപാടിയിൽ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. മാതൃഭൂമിയുടെ ചരിത്രപരമായ കംഫർട്ട് സോൺ കോൺഗ്രസ് അനുകൂല രാഷ്ട്രീയമാണ്. പക്ഷേ ഒരു വ്യക്തിയുടെ, അത് ആ പത്രത്തിൻ്റെ ഉടമയാണെങ്കിൽ പോലും, നിലപാടുകൾക്കൊത്ത് പത്രവും ചാനലും ചാഞ്ചാടരുത്. അത് പൊതുവായ മാധ്യമ തത്വമായി അംഗീകരിക്കപ്പെടുകയും വേണം. ഫെബ്രുവരിയുടെ വേട്ട അവസാനിച്ചു, അല്ലെങ്കിൽ അവസാനിക്കുന്നില്ല. കൽപ്പനയിൽ തുടങ്ങി രാജേഷ് പിള്ളയിലെത്തി മോഹൻ രൂപിലേക്ക് ഓവർലാപ്പ് ചെയ്തു നിൽക്കുന്ന മരണത്തിൻ്റെ വേട്ടയ്ക്ക് ശമനം ആവശ്യമുണ്ട്. മലയാള സിനിമയെ സ്നേഹിക്കുന്നവരുടെ പ്രാർത്ഥനയാണിത്. ഒരൊറ്റ മാസം ഇതിൽ കൂടുതൽ നഷ്ടം താങ്ങാനുള്ള ശേഷി മലയാളത്തിനില്ല. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു രാജേഷ് പിള്ളയുടെ അന്ത്യം എന്ന് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇതൊരു പതിവ് രീതിയാണ്. ആശുപത്രിയുടെ പേര് പറയാതിരിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല, പറഞ്ഞതുകൊണ്ടും പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. ഏത് ആശുപത്രിയിലായിരുന്നു ചികിത്സ എന്ന് വായനക്കാർ അറിയുന്നത് നല്ലതാണ്. വാർത്ത അനുകൂലമായും പ്രതികൂലമായും സ്ഥാപനങ്ങളെയും വ്യക്തികളെയും പ്രത്യക്ഷമായും പരോക്ഷമായും ബാധിക്കും. പ്രസക്തമായ വിവരങ്ങൾ വായനക്കാരിൽ നിന്ന് മറച്ചു വയ്ക്കാൻ മാധ്യമങ്ങൾ ശ്രമിക്കരുത്. പരസ്യം നൽകുന്ന സ്ഥാപനങ്ങളുടെയും വ്യക്തികളുടെയും പേര് സ്ഥാനത്തും അസ്ഥാനത്തും മാധ്യമങ്ങൾ നൽകാറുമുണ്ട്. ഫെബ്രുവരിയുടെ വേട്ട എന്ന പ്രയോഗം മഞ്ജു വാര്യരുടേതാണ്. 29 ദിവസം മാത്രമേ ഫെബ്രുവരിക്കുള്ളൂ എന്നോർക്കാതെ മാർച്ച് 1 വേട്ട തുടർന്നു. മമ്മൂട്ടിയെയും മോഹൻലാലിനെയും ഒന്നിപ്പിച്ച് ആദ്യമായി സിനിമയെടുത്ത സംവിധായകൻ മോഹൻ രൂപ് ആണ് തുടരുന്ന വേട്ടയിലെ ഇര. മോഹൻ രൂപിൻ്റെ സിനിമയുടെ പേരും വേട്ട എന്നായിരുന്നു. സംഗീത സംവിധായകൻ രാജാമണിയെയും ഛായാഗ്രാഹകൻ സാലു ജോർജിനെയും സിനിമാ രംഗത്ത് എത്തിച്ചത് വേട്ടയിലൂടെ മോഹൻ രൂപ്. കൊച്ചിയിലെ ആകാശവീഥിയിലൂടെ മെട്രോ കോച്ചുകൾ ഓടിച്ചു നോക്കി കുഴപ്പമൊന്നുമില്ല. അപൂർവമായ ആ ദൃശ്യം മാധ്യമങ്ങൾ, ഫോട്ടോഗ്രാഫർമാർ മനോഹരമായി പകർത്തി. അറബിക്കടലിൻ്റെ റാണി എന്നാണ് തുറമുഖത്തെ സാക്ഷിയാക്കി കൊച്ചിയെ വിശേഷിപ്പിക്കുന്നത്. ആ റാണിയുടെ കഴുത്തിലെ വജ്രാഭരണം പോലെ മെട്രോ പാത നീണ്ടുകിടക്കുന്ന ചിത്രമാണ് ടൈംസ് ഓഫ് ഇന്ത്യക്ക് വേണ്ടി ജിപ്സൺ സിക്കേര ചാരുതയോടെ ക്യാമറയിൽ പകർത്തിയത്. മൈൽസ് ടു ഗോ എന്ന അർത്ഥവത്തായ ശീർഷകവും ചിത്രത്തിന് നൽകിയിട്ടുണ്ട്. ദ ഹിന്ദുവിൽ സവിശേഷമായ ഒരു തസ്തികയുണ്ട്, റീഡേഴ്സ് എഡിറ്റർ. ദ ഗാർഡിയൻ പത്രത്തെ മാതൃകയാക്കി 2006 സൃഷ്ടിക്കപ്പെട്ട ഈ തസ്തികയിലെ മൂന്നാമത്തെ വ്യക്തിയാണ് AS പനീർ ശെൽവൻ. വായനക്കാർക്കും പത്രത്തിനും മധ്യേ നിൽക്കുന്ന ഓംബുഡ്സ്മാനാണ് റീഡേഴ്സ് എഡിറ്റർ. മുൻ ചീഫ് ജസ്റ്റിസ് PN ഭഗവതിയെ ടൈംസ് ഓഫ് ഇന്ത്യ ഓംബുഡ്സ്മാനായി നിയമിച്ചെങ്കിലും അത് ഏറെക്കാലം നീണ്ടു നിന്നില്ല. ആരുടെയും ഇടപെടൽ പത്രങ്ങൾ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് സ്വതന്ത്രനും നിഷ്പക്ഷനുമായ റീഡേഴ്സ് എഡിറ്ററെ ആരും സ്വാഗതം ചെയ്യില്ല. വാഷിങ്ടൺ പോസ്റ്റിൽ പബ്ലിക് എഡിറ്റർ എന്ന പേരിൽ ഈ തസ്തിക ഉണ്ടായിരുന്നു. ഇൻ്റർനെറ്റിൻ്റെ കാലത്ത് കുറവുകളും പോരായ്മകളും തൽക്ഷണം അറിയാൻ സൗകര്യമുള്ളതുകൊണ്ട് ഈ പദവി ആവശ്യമില്ല എന്ന നിലപാടിൽ വാഷിങ്ടൺ പോസ്റ്റ് പബ്ലിക് എഡിറ്ററെ ഒഴിവാക്കി. എന്നാൽ ദ ഹിന്ദു വളരെ ആവേശപൂർവ്വം റീഡേഴ്സ് എഡിറ്ററെ നിലനിർത്തിയിരിക്കുന്നു. റീഡേഴ്സ് എഡിറ്ററുടെ 10ാം വാർഷികം പ്രമാണിച്ച് ദ ഹിന്ദുവിൻ്റെ പ്രസാധകനായ N റാമും റീഡേഴ്സ് എഡിറ്റർ പനീർ ശെൽവവും പത്രത്തിൽ ദീർഘമായി എഴുതിയിട്ടുണ്ട്.
10 വർഷത്തിനിടെ 70,000 പരാതികളും നിർദ്ദേശങ്ങളും റീഡേഴ്സ് എഡിറ്റർ കൈകാര്യം ചെയ്തതായി റാം പറയുന്നു. വായനക്കാരോട് പത്രങ്ങൾ കാര്യങ്ങൾ വിശദീകരിക്കാൻ നിർബന്ധിതമാകുന്നത് നല്ല കാര്യമാണ്. ടൈംസ് ഓഫ് ഇന്ത്യയിൽ ടൈംസ് ഗ്രൂപ്പ് എഡിറ്റർമാർ സംയുക്തമായി എഴുതിയ ദീർഘലേഖനം പ്രസിദ്ധീകരിച്ചു. അവിടെ എഡിറ്റർമാർ ഉണ്ട് എന്ന് അങ്ങനെ മനസ്സിലായി. എഡിറ്ററുടെ പേരിൽ പത്രത്തെ തിരിച്ചറിഞ്ഞിരുന്ന കാലം അവസാനിപ്പിച്ചത് ടൈംസ് ഗ്രൂപ്പായിരുന്നു. ബെന്നറ്റ് കോൾമാൻ ആൻഡ് കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള പ്രസിദ്ധീകരണങ്ങൾ വ്യത്യസ്തമായ നിലപാടുകൾ സ്വീകരിക്കുന്നതിനുള്ള വിശദീകരണമാണ് ഫെഡറലിസം ഇൻ സ്ട്രക്ചർ, പ്ലൂറലിസം ഓഫ് വ്യൂസ് എന്ന ശീർഷകത്തിലുള്ള ലേഖനത്തിൽ എഡിറ്റർമാർ നൽകുന്നത്. ഫെഡറലിസത്തിൽ യൂണിറ്റുകൾക്ക് ഭരണഘടനയ്ക്ക് വിധേയമായി സ്വയം നിർണയാവകാശമുള്ളതുപോലെ ടൈംസ് ഗ്രൂപ്പിലെ വിവിധ പ്രസിദ്ധീകരണങ്ങൾക്ക് വ്യത്യസ്തമായ നിലപാടുകൾ സ്വീകരിക്കുന്നതിനുള്ള അവകാശമുണ്ടെന്ന് എഡിറ്റർമാർ വ്യക്തമാക്കുന്നു. നവമായ സിദ്ധാന്തമാണിത്. ഓരോ പത്രത്തിനും ഓരോ നയം എന്നത് റൂപ്പർട്ട് മർഡോക്ക് ആവിഷ്കരിച്ച തത്വമാണ്. പക്ഷേ അത് വ്യത്യസ്ത കമ്പനികളായിരിക്കും. ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ വിവിധ യൂണിറ്റുകളിൽ ബോംബെ എഡിഷന് തനതായ രൂപകൽപ്പനയ്ക്കും വാർത്താ വിന്യാസത്തിനുമുള്ള സ്വാതന്ത്ര്യം രാംനാഥ് ഗോയങ്ക പണ്ട് അനുവദിച്ചിരുന്നു. ടൈംസ് ഓഫ് ഇന്ത്യയുടേതിൽ നിന്ന് വിരുദ്ധമായ നിലപാടാണ് പലപ്പോഴും നവഭാരത് ടൈംസ്, അവരുടെ സ്വന്തം പത്രം, സ്വീകരിക്കുന്നത്. അത് അനുവദനീയമാണെന്ന് പത്രാധിപന്മാർ പറയുന്നു. കേന്ദ്രീകൃതമായ നയമില്ല. എഡിറ്റർമാർ പല ഭാഷകളിൽ സംസാരിക്കുമ്പോൾ ടൈംസ് ഗ്രൂപ്പ് ഒരു ബാബേൽ ഗോപുരമാകുന്നു. ഗോപുരത്തിൽ ഏറ്റവും ഉറക്കെ കേൾക്കുന്ന ആക്രോശം ടൈംസ് നൗവിൽ അർണാബ് ഗോസ്വാമിയുടേതാണ്. അതിനുള്ള സ്വാതന്ത്ര്യം അയാൾക്കുണ്ടെന്ന് എഡിറ്റർമാർ വിശദീകരിക്കുന്നു. അതിഥികളും പ്രേക്ഷകരും സഹിക്കാൻ തയ്യാറാണെങ്കിൽ അങ്ങനെ ആവട്ടെ. എന്നാൽ അസത്യം പ്രചരിപ്പിക്കുന്നതിനും അസഭ്യം പറയുന്നതിനും അയാൾക്ക് കമ്പനി അധികാരം നൽകിയിട്ടുണ്ടോ? JNU വിഷയത്തിൽ ഏറ്റവും ആക്ഷേപകരമായ അപകടകരമായ നിലപാട് സ്വീകരിച്ച ചാനലാണ് ടൈംസ് നൗ. അസത്യ പ്രചാരണങ്ങളുടെ പെരുമഴയിൽ പ്രതിഷേധിച്ച് NDTV ദൃശ്യങ്ങൾ തമസ്കരിച്ച് ഇരുട്ടിൽ സംസാരിച്ചു. അടിയന്തരാവസ്ഥയിലെ സെൻസർഷിപ്പിൽ പ്രതിഷേധിച്ച് ചില പത്രങ്ങൾ മുഖപ്രസംഗം എഴുതാതിരുന്നതിന് തുല്യമായ പ്രതിഷേധമായിരുന്നു അത്. ടൈംസ് ഗ്രൂപ്പിലെ ഫെഡറൽ സംവിധാനത്തിൽ ഓരോ എഡിറ്ററും സ്വയം ഭരണാവകാശമുള്ള മുഖ്യമന്ത്രിമാരെ പോലെയാണെങ്കിൽ ഏത് മുഖ്യമന്ത്രിയോടാണ് അർണാബ് ഗോസ്വാമിയെ ഉപമിക്കേണ്ടത്? മമതാ ബാനർജി ആയിരിക്കും ഗോസ്വാമിക്ക് ചേർന്ന. 175 വർഷം പഴക്കമുള്ള ടൈംസ് ഓഫ് ഇന്ത്യക്കും 137 വർഷം പഴക്കമുള്ള ദ ഹിന്ദുവിനും വായനക്കാരോട് ഒരേ ദിവസം നയപരമായ കാര്യങ്ങൾ വിശദീകരിക്കേണ്ടി വന്നു. മലയാളത്തിലെ മാധ്യമങ്ങൾക്കും ഇടയ്ക്കിടെ നയപ്രഖ്യാപനവും നയവിശദീകരണവും ആകാവുന്നതാണ്. വായനക്കാർക്കും അതൊക്കെ അറിയുന്നതിനുള്ള അവകാശമുണ്ട്. മന്ത്രി KC ജോസഫിനെ ഹൈക്കോടതി വിടുന്ന ലക്ഷണം കാണുന്നില്ല. ജഡ്ജിക്കെതിരെ ശുംഭൻ എന്ന പ്രയോഗം കോടതി അലക്ഷ്യമാണെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ള സ്ഥിതിക്ക് ഓരിയിടുന്ന കുറുക്കൻ എന്ന പ്രയോഗം തീർച്ചയായും കോടതി അലക്ഷ്യമാണ്. MV ജയരാജൻ കിടന്ന അത്രയും ആഴ്ചകൾ KC ജോസഫിനെയും ജയിലിലേക്ക് അയക്കണം. വ്യക്തിപരമായി ഇതിനോടൊന്നും യോജിപ്പുള്ള ആളല്ല ഞാൻ. ജഡ്ജിയെ ജയരാജൻ ശുംഭൻ എന്ന് വിളിച്ചു. പകരം ജഡ്ജി ജയരാജനെ കീടം എന്ന് വിളിച്ചു. അത്രയും കൊണ്ട് കാര്യം അവസാനിപ്പിക്കണമായിരുന്നു. ശുംഭൻ എന്ന് വിളിച്ചതിൽ വാസ്തവത്തിൽ മനുഷ്യത്വമുണ്ട്. മനുഷ്യനെ മാത്രമേ അങ്ങനെ വിളിക്കാൻ കഴിയൂ. കീടമെന്നും കുറുക്കനെന്നും മനുഷ്യരെ വിളിക്കാറില്ല. ആ വിളിയിൽ അധമഭാവമുണ്ട്. എന്നാൽ കൗശലക്കാരനായ മനുഷ്യനെ കുറുക്കൻ എന്ന് വിളിക്കുന്നതിൽ തെറ്റുമില്ല. സേലത്തെ കുറുക്കൻ എന്നാണ് ബുദ്ധിരാക്ഷസനും തന്ത്രശാലിയുമായിരുന്ന രാജാജിയെ വിശേഷിപ്പിച്ചിരുന്നത്. പക്ഷേ ചായത്തൊട്ടിയാണ് ജോസഫിനെ കുഴപ്പത്തിലാക്കിയത്.
ഫേസ്ബുക്കിലെ പോസ്റ്റ് പിൻവലിച്ചു. 2 വട്ടം കോടതിയിൽ മാപ്പ് പറഞ്ഞു. എന്നിട്ടും കോടതിക്ക് തൃപ്തിയായിട്ടില്ല. പൊതുജനം കേൾക്കെ ഒന്നുകൂടി മാപ്പ് പറയണം. അത് ഏത് വിധത്തിൽ വേണമെന്ന് മന്ത്രിക്ക് തീരുമാനിക്കാം. ആ മാർഗം തൃപ്തികരമാണോ എന്ന് കോടതി പരിശോധിക്കും. തൃപ്തികരമായില്ലെങ്കിൽ വീണ്ടും ഉറക്കെ മാപ്പ് പറയേണ്ടി വരും. ഇതിലും ഭേദം പറഞ്ഞതിൽ ഉറച്ചു നിന്നുകൊണ്ട് 4 ആഴ്ച ജയിലിൽ പോയി കിടക്കുന്നതായിരുന്നു. പറയുന്നത് മന്ത്രി ആയാലും സൂക്ഷിച്ചു വേണം. പറഞ്ഞാൽ അതിൽ ഉറച്ചു നിൽക്കണം. ചെയ്യാത്ത കുറ്റത്തിനാണ് ആ വിദ്യാർത്ഥിയെ തിഹാർ ജയിലിൽ അടച്ചത് എന്ന് കോടതി ഓർക്കണമായിരുന്നു. എങ്കിൽ ജാമ്യത്തിന് ഇത്രയും താമസം ഉണ്ടാകുമായിരുന്നില്ല. രാജ്യദ്രോഹം എന്നാൽ എന്ത് എന്ന ചോദ്യം കോടതിക്ക് പോലീസിനോട് ചോദിക്കേണ്ടി വന്നു. ഉത്തരം പറയേണ്ട ബസി സർവീസിൽ നിന്ന് പിരിഞ്ഞു. വിൻസെൻ്റ് എം പോളിനെ പോലെ ശിഷ്ടകാലം ഒരു കറയുമായി കഴിയാനാണ് അയാളുടെ യോഗം. ആരോപിക്കപ്പെട്ട കുറ്റത്തിൽ കനയ്യകുമാറിൻ്റെ പങ്കാളിത്തത്തിന് യാതൊരു തെളിവും ഇല്ലെന്ന് പോലീസ് കോടതിയെ അറിയിച്ചു. ചാനൽ ദൃശ്യങ്ങൾ കൃത്രിമമാണെന്ന് ഫോറൻസിക് പരിശോധനയിൽ തെളിഞ്ഞു. CTVയും ടൈംസ് നൗവുമാണ് പ്രതിക്കൂട്ടിൽ എന്ന് പറയാമെങ്കിലും ഇന്ത്യൻ മാധ്യമ ലോകം ഉത്തരം കണ്ടെത്തേണ്ടതായ നിരവധി ചോദ്യങ്ങൾ JNU സംഭവത്തിലുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസിലെ ചീഫ് കോഓർഡിനേറ്റിംഗ് എഡിറ്റർ സിന്ധു സൂര്യകുമാറിനും വധഭീഷണി. ഫോണിലൂടെയാണ് ഭീഷണി. വിഷയം JNU തന്നെ. JNU സംബന്ധിച്ച ചാനൽ ചർച്ചയ്ക്കിടെ ദുർഗാദേവിയെക്കുറിച്ച് നടത്തിയ പരാമർശമാണ് ഭീഷണിക്കാസ്പദമായത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് 3 BJP RSS പ്രവർത്തകരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. കരുത്തുള്ള മാധ്യമപ്രവർത്തകയാണ് സിന്ധു. ഭീഷണിപ്പെടുത്തി മാധ്യമപ്രവർത്തകരെ വരുതിയിലാക്കുന്നതിനുള്ള ശ്രമം അത്ര നല്ലതല്ല. റോഡിൽ തുപ്പുന്നതിനെതിരെ സ്റ്റാലിയൻസ് ഇൻ്റർനാഷണൽ ബോധവൽക്കരണ ക്യാമ്പയിൻ നടത്തുന്നു. ദേശീയ തലത്തിൽ നടക്കുന്ന ക്യാമ്പയിൻ്റെ ഉദ്ഘാടനം കൊച്ചിയിൽ നടന്നു. മാധ്യമങ്ങൾ നല്ല നിലയിൽ സഹകരിക്കേണ്ടതായ ക്യാമ്പയിൻ ആണിത്. ഭാരതീയർ ഒരുമിച്ചൊന്ന് തുപ്പിയാൽ ബ്രിട്ടീഷുകാർ അതിൽ മുങ്ങിപ്പോകുമെന്ന് ഗാന്ധിജി പറഞ്ഞതായി കേൾക്കാറുണ്ട്. അതുണ്ടാക്കുന്ന അറപ്പിൽ ഇംഗ്ലീഷുകാർ സ്ഥലമിടുമെന്നായിരിക്കാം ഗാന്ധിജി ഉദ്ദേശിച്ചത്. പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥയിൽ മാന്യന്മാരും ചിലപ്പോൾ റോഡരികിൽ മൂത്രമൊഴിക്കുന്നത് കാണാറുണ്ട്. അതുപോലെയല്ല റോഡ് നിങ്ങളെ തുപ്പുന്നത്. സിനിമയും പത്രപ്രവർത്തനവും തമ്മിൽ ഇടയ്ക്കിടെ ബന്ധപ്പെടാറുണ്ട്. ന്യൂസ് പേപ്പർ ബോയ് മുതൽ പുതിയ നിയമം വരെ സിനിമയും ടെലിവിഷനുമായി ബന്ധപ്പെട്ട സിനിമകൾ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട്. പത്രവാർത്തയിൽ നിന്ന് നല്ല സിനിമാ കഥ ഉണ്ടാകുന്നു. ടോം മക്കാർത്തി സംവിധാനം ചെയ്ത സ്പോട്ട്ലൈറ്റ് മികച്ച ചിത്രത്തിനുള്ള ഓസ്കർ അപ്രതീക്ഷിതമായി നേടിയപ്പോൾ സിനിമയും പത്രപ്രവർത്തനവും തമ്മിലുള്ള ബന്ധം ഒരിക്കൽ കൂടി സ്ഥാപിതമായി. തിരക്കഥയ്ക്കുള്ള പുരസ്കാരവും സ്പോട്ട്ലൈറ്റിന് ലഭിച്ചു. കുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്ന കത്തോലിക്ക പുരോഹിതന്മാരെക്കുറിച്ച് ബോസ്റ്റൺ ഗ്ലോബ് എന്ന പത്രം നടത്തുന്ന അന്വേഷണമാണ് സ്പോട്ട്ലൈറ്റ്. അന്വേഷണാത്മക റിപ്പോർട്ടിങ്ങിനുള്ള 2002 പുലിറ്റ്സർ സമ്മാനം ബോസ്റ്റൺ ഗ്ലോബിന് ലഭിച്ചു. ആ അന്വേഷണത്തെ ആസ്പദമാക്കി നിർമ്മിച്ച സിനിമയ്ക്ക് ഇപ്പോൾ ഓസ്കറും ലഭിച്ചു. പത്രപ്രവർത്തനം വലിയ പ്രതിസന്ധികളെ നേരിടുന്ന അവസ്ഥയിലാണ് മാധ്യമപ്രവർത്തകരെ ഉത്തേജിപ്പിക്കുന്ന ഈ പുരസ്കാരം ഉണ്ടായത്. ഇന്ത്യയിലും അവസ്ഥ വ്യത്യസ്തമല്ല. പെയ്ഡ് ന്യൂസ്, നീരാറാടിയ ടേപ്പുകൾ എന്നിവ കടന്ന് വ്യാജ വീഡിയോ വരെ മാധ്യമപ്രവർത്തകരെ പ്രതിക്കൂട്ടിലാക്കുന്ന സംഭവങ്ങൾ ഇന്ത്യയിലുണ്ടായി. മാധ്യമപ്രവർത്തകർ പ്രതിരോധത്തിലാകുന്ന കാലത്ത് മാധ്യമപ്രവർത്തനത്തിൻ്റെ ആദരണീയമായ അനിവാര്യത സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ സഹായിക്കുന്ന ചിത്രങ്ങൾ ഉണ്ടാകുന്നത് നല്ലതാണ്. ഉത്തമമായ മാധ്യമപ്രവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഉത്തരവാദിത്വം ജനങ്ങൾക്കുണ്ട്. പ്രേക്ഷകരെന്ന നിലയിലും ശ്രോതാക്കളെന്ന നിലയിലും വരിക്കാരെന്ന നിലയിലും ജനങ്ങൾക്ക് നല്ല മാധ്യമപ്രവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയും.
ബോധപൂർവം അസത്യം പ്രചരിപ്പിച്ച് ഭരണകൂടത്തിൻ്റെ മർദ്ദനോപകരണമായി മാറിയ ടൈംസ് നൗ എന്ന ചാനൽ ജനങ്ങൾ റിമോട്ടിൽ സ്കിപ്പ് ചെയ്താൽ TRP താഴും. അർണാബ് ഗോസ്വാമിയുടെ വിഷം ചീറ്റുന്ന പത്തിയും അതോടെ താഴും. മാധ്യമപ്രവർത്തനത്തിൻ്റെ അണിയറയും പിന്നാമ്പറവും വെളിവാക്കുന്ന നല്ല സിനിമകൾ മാധ്യമ സാക്ഷരത വ്യാപിപ്പിക്കുന്നതിന് സഹായകമാകും. അന്വേഷണാത്മക പത്രപ്രവർത്തനത്തിന് തുടക്കമിട്ട വാട്ടർഗേറ്റും ജൂലിയൻ അസാൻജ് എന്ന വിസിൽ ബ്ലോവറുടെ സാഹസിക ജീവിതവും നല്ല സിനിമയ്ക്ക് വിഷയമായിട്ടുണ്ട്. ഡാനിയേൽ പേളിൻ്റേതുൾപ്പെടെ മാധ്യമപ്രവർത്തകരുടെ ദാരുണമായ സാഹസികതയിൽ നിന്നും നല്ല സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. കേരളത്തിലെ ISRO ചാരക്കേസിൽ നിന്നും പത്രം എന്ന സിനിമ ഉണ്ടായി. വാർത്തയുടെ നിർമ്മിതി എപ്രകാരം സംഭവിക്കുന്നു എന്ന ഉൾക്കാഴ്ചയാണ് രൺജി പണിക്കർ ആ ചിത്രത്തിലൂടെ നൽകിയത്. ഈ വിധത്തിൽ കൂടുതൽ സിനിമകൾ ഉണ്ടാകണം. ബോസ്റ്റൺ ഗ്ലോബിൻ്റെ ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ടിംഗ് ടീമിലേക്ക് ടോം മക്കാർത്തി സ്പോട്ട്ലൈറ്റ് തിരിച്ചതുപോലെ സ്പോട്ട്ലൈറ്റിൽ വരേണ്ടതായ ധാരാളം മാധ്യമ കഥകൾ നമുക്കുമുണ്ട്. മാധ്യമ വിചാരം ഇവിടെ അവസാനിക്കുന്നു. പ്രേക്ഷകർക്ക്